നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ വാടക വീടെന്ന ഈ ഒരു ചാനലിലേക്ക് സ്വാഗതം. നല്ല നാടൻ രീതിയിൽ നല്ല അടിപൊളിയായിട്ടൊരു കണവ റോസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ഐറ്റങ്ങളെല്ലാം ഒന്ന് കണ്ടു വെച്ചതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. കളറ് മാത്രമല്ല ഏട്ടാ നോക്കാനായിട്ടുള്ളത്, ഇതിന് ചേർക്കുന്ന ഐറ്റങ്ങളൊക്കെ ഒന്ന് കണ്ടു വയ്ക്കണേ. അപ്പം നമ്മൾ കണവ റോസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 3 സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ സവോള കട്ട് ചെയ്തിട്ട് കൈ കൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അതേമാതിരി ഒന്ന് വിട്ട് വരും. ഒരു 2-3 തണ്ട് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു കണവ റോസ്റ്റിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. കുറച്ച് തോലോട് കൂടി തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു കണവ റോസ്റ്റിന് മുന്നിട്ട് നിൽക്കുന്ന നല്ല ഒരു മണമെന്ന് വെച്ചാൽ കാന്താരി മുളകിൻ്റെ മണമുണ്ട്. അധികം എരിവൊന്നും കാണത്തില്ല, പക്ഷെ നല്ല ടേസ്റ്റ് നല്ല മണമൊക്കെയാണ്. അപ്പം നമ്മൾ എരിവിനനുസരിച്ച് വേണ്ടിയിട്ട് മാത്രം കാന്താരി മുളക് എടുക്കുക. പിന്നെ അത് മാത്രമല്ല, ഇനിയും നമ്മൾ ചേരുവകൾ ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ നമുക്കിപ്പോൾ കടകളിലൊക്കെ മേടിക്കാനായിട്ട് കിട്ടും. അതിനെക്കാട്ടി ഏറ്റവും നല്ലത് നമ്മൾ കുറച്ച് ഇഞ്ചിയൊക്കെ മേടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ഇടികല്ലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഇഷ്ടത്തിന് തന്നെ നമുക്ക് അപ്പോഴും ചതച്ചെടുക്കാനായിട്ട് പറ്റുമല്ലോ. എങ്കിൽ മാത്രമേ ഇതിന് നമുക്ക് ആ ഒരു ടേസ്റ്റ് നല്ല മണമൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്ത് പറയുന്നത്. പിന്നെ ഞാനിവിടെ കണവ റോസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുക്കറിനകത്ത് ഈ കണവ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കണം, റോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ടേ. പിന്നെ ഈ ഒരു കണവ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. അത്യാവശ്യം കണവയിൽ നല്ല വെള്ളമുണ്ട്. ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് ഇതിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഒഴിക്കണ്ട. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പുനീരും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേണം ഇതിനെ ഒന്ന് 2 വിസിൽ കേട്ട് വേവിച്ചെടുക്കാനായിട്ടുള്ളത്. പിന്നെ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാമല്ലോ എന്തിനാണ് നമ്മൾ കുക്കറിൻ്റെ അടപ്പിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നതെന്ന്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. കുക്കറിൻ്റെ അടപ്പിൽ ഇതുപോലെ വെളിച്ചെണ്ണ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇത്തിരി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തടവി കൊടുത്ത് അടച്ച് വെച്ച് നമ്മൾ വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് കറിയാണോ നമ്മൾ കുക്കറിനകത്ത് വേവിച്ചെടുക്കുന്നത്, അപ്പോൾ ഏത് വെച്ചെടുത്താലും അതിൻ്റെ അടപ്പിലൊന്നും ഒരു തുള്ളി പോലും ഗ്രേവിയോ അങ്ങനെ ഒന്നും ഒരു കളറ് പോലും പിടിക്കത്തില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എങ്ങനെയാണോ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, അടച്ച് വെച്ചിരിക്കുന്നത്, അതേമാതിരി തന്നെ നമുക്കിതിൻ്റെ അടപ്പ് തിരിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യത്തെ ആ ഒരു ഫിസിലും രണ്ടാമത്തതും കേട്ട് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ തീയൊന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൽ തന്നെ ഇട്ടിരിക്കണം കേട്ടോ. ഇതിൽ കിടന്നൊന്ന് വെന്ത് കറക്റ്റ് പാകത്തിന് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇനിയിപ്പോൾ ഈ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം ഇത്തിരി വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അത് മൊത്തത്തിലൊന്ന് പുരട്ടി കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ തേങ്ങ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് റൗണ്ട് മാതിരി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴ് കൈ എടുക്കാതെ വേണം തേങ്ങ ഒന്ന് വറുത്തെടുക്കാനായിട്ടുള്ളത്. കരിഞ്ഞു പോവേ ചെയ്യരുത്. പിന്നെ ഇടയ്ക്ക് തീയൊന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. മൺചട്ടി നല്ലതുപോലെ പഴുത്തിരിക്കുവാണല്ലോ, നല്ല ചൂടുണ്ട് കേട്ടോ. പിന്നെ ഒരു 4-5 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്ന കുറച്ച് പെരുംജീരകമാണ് കേട്ടോ. അപ്പോൾ പെരുംജീരകം പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി ചേർത്ത് കൊടുക്കുന്നതിനെക്കാട്ടി ഏറ്റവും നല്ലത് തേങ്ങ വറുക്കുന്നതിൻ്റെ കൂടെ തന്നെ വറുത്ത് പകുതി ആകുമ്പോഴത്തേക്ക് കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക മണം കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് മൺചട്ടിക്ക് അകത്തുനിന്ന് ഞാൻ ഈ തേങ്ങ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവേ. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ നേരത്തെ തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് എടുത്തിരുന്ന ഈ ഒരു പിടിയുള്ള ചട്ടി തന്നെയാണ് കേട്ടോ നമ്മൾ കണവ റോസ്റ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പാത്രങ്ങൾ ഓരോന്നായിട്ട് നമ്മൾ എടുത്ത് അങ്ങനെ അധിക പാത്രങ്ങൾ കൂട്ടിയെടുക്കണ്ടല്ലോ. അപ്പോൾ ഇതാകുമ്പോൾ ഈ ഒരെണ്ണത്തിൽ തന്നെ നമുക്ക് വറുത്ത് കറികളാണെങ്കിലും എല്ലാം വെച്ച് അങ്ങനെ പോകാനായിട്ട് പറ്റുവേ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുകും കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരി മുളക്, പിന്നെ അല്ലാതെ 2 പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെയൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചട്ടിയിൽ കൊള്ളാൻ വേണ്ടിയിട്ടുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് വെന്ത് വരുമ്പോഴത്തേക്ക് കുറച്ചല്ലേ കാണത്തുള്ളൂ. അപ്പോൾ കുറച്ച് ഉപ്പുനീരും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ ഒന്ന് തവി കൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ആ ഉപ്പുനീരൊക്കെ മൊത്തത്തിലൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നേരത്തെ തന്നെ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇതിൽ വറുത്ത ഉലുവ ഇട്ടിട്ട് ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കാനായിട്ടുണ്ട്. വെള്ളം ചേർക്കാതെ വേണം നമുക്ക് തേങ്ങ എല്ലാം ഒന്ന് പൊടിച്ചെടുക്കാനായിട്ടുള്ളത്. പിന്നെ ഉള്ളി അത്യാവശ്യം നല്ലതുപോലെ തന്നെ വഴറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ അടച്ച് വെച്ചിരുന്നതിനെ കൊണ്ടാണ് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 1 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
പിന്നെ 1 സ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. നേരത്തെ കാന്താരി മുളക് ചേർത്തിട്ടുണ്ടായിരുന്നു, 2 പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലും നമ്മൾ ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ കണവ നമ്മൾ വേവിക്കാനായിട്ട് വെച്ച സമയത്ത് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇതിനെ ഒന്ന് നല്ലതുപോലെ ഇളക്കി മൊത്തത്തിലൊന്ന് അതിൻ്റെ ചേരുവയൊക്കെ പിടിച്ച് കിട്ടിയതിന് ശേഷം വേവിച്ച് വെച്ചിരുന്ന കണവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ കണവ വേവിച്ചപ്പോഴത്തേക്ക് അതിൽ നിന്ന് വന്ന വെള്ളം നമ്മളങ്ങ് മാറ്റി കളയുന്നുണ്ട്. ആ ഒരു വെള്ളം നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് ചേർക്കുക അങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ആ ഒരു വെള്ളം കൊള്ളത്തില്ല. അപ്പോൾ അതിനൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കണവയിൽ മൊത്തത്തിൽ എൻ്റെ ചേരുവയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് തവി കൊണ്ട് ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കണവ റോസ്റ്റ് നിങ്ങളെല്ലാവരും ഇതിനെ ഒന്ന് കണ്ടതിന് ശേഷം ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് അതിൽ വന്ന് കമൻറ്റ് ഇടണം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ നമ്മൾ നേരത്തെ തന്നെ തേങ്ങ വറുത്ത് അതിനെല്ലാം പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിന് വേണം പൊടിച്ചെടുക്കാനായിട്ടുള്ളത്. ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെയാണ് കേട്ടോ പൊടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ പൊടി വേണം നമ്മളിതിന് ചേർക്കാനായിട്ടുള്ള. വറുത്ത പൊടിക്ക് ഭയങ്കര ഒരു ടേസ്റ്റ്, നല്ല ഒരു മണവും കിട്ടുവേ. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുളി ഒഴിക്കാനായിട്ട് വിട്ടു പോകരുത്. കുറച്ച് ഉപ്പ് നീരും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിന് വേണ്ടിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വേണം ഇതിനെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാനായിട്ടുള്ളത്. ഇനിയിപ്പോൾ അധിക വേവിനോ അങ്ങനെ ഒന്നും ഇല്ല. കുക്കറിൽ കിടന്ന കണവ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മസാലയൊക്കെ ഒന്ന് പിടിച്ച് ഇതിൽ മൊത്തത്തിലൊന്ന് ചേർന്ന് കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലതുപോലെ തന്നെ തിളച്ച് നല്ല കറക്റ്റ് പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല കളറിന് തന്നെ വന്നിട്ടുണ്ടല്ലോ. അപ്പോഴേ ഈ ഒരു കുഴമ്പ് പരുവത്തിന് വേണം നമ്മൾ ഇതിനെ ഒന്ന് വെച്ചെടുക്കാനായിട്ടുള്ളത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് തേങ്ങ വറുത്തത്, പെരുംജീരകം വറുത്തത്, കാന്താരി മുളക്. അപ്പോൾ ഈ ഒരു റോസ്റ്റിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റും മണവും കിട്ടുന്നത് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്ന പൊടി ഐറ്റങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നിപ്പോൾ ചെറിയൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് വീഡിയോ ഇടാനായിട്ട് ഇടയ്ക്കൊന്നും നമുക്ക് പറ്റുന്നില്ലായിരുന്നു. കാര്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ മഴയൊക്കെ കാരണം, മഴയും കാറ്റും കാരണം നമ്മളെപ്പോലെ തന്നെ ഓരോ നാട്ടിലും ഓരോരുത്തർ ജീവിക്കുന്നത്. അപ്പോൾ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ നമ്മൾ കണ്ടും കേട്ടും ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് മാനസികമായിട്ട് നമ്മളങ്ങ് തകർന്നു പോകും കേട്ടോ. ഓരോ ദിവസം ചെല്ലുന്തോറും പേടിയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാറ്റും മഴയും എന്തരാണ് എപ്പോഴാണ് എന്ത് സംഭവിക്കണം എന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുക. കഴിവതും പുറത്തിറങ്ങാതെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോവാതെയൊക്കെ ഇരിക്കുക. ഇവിടെയൊക്കെ മഴ തന്നെ കേട്ടോ. മഴയും കാറ്റും കാലാവസ്ഥയൊക്കെ മൊത്തത്തിലൊന്ന് മാറി കിടക്കുവാണ്. ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയുടെ കൂടെ പറയാനായിട്ടിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ തന്നെ സൂക്ഷിക്കുക. ഒരു കരുതൽ എപ്പോഴും നമുക്ക് വേണം കേട്ടോ.